ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹബ് യോവി. ഇതെൻ്റെ ഡൽഹി ട്രിപ്പ് 1 ഇയർ ബാക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. കോളേജ് ഐവിയുടെ ഭാഗമായിട്ട് ഡൽഹിയിൽ എക്സ്പ്ലോർ ചെയ്ത സമയത്ത് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഡ്രസ്സും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള കുറച്ച് മെമ്മറീസൊക്കെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്ര ഫോർട്ടും അതുപോലെ തന്നെ താജ്മഹലും ആയിരുന്നു. അപ്പോൾ അവിടേക്ക് ഞാൻ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പിങ്ക് സൽവാർ സ്യൂട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഇൻസ്പോ വന്നിട്ട് നമിത പ്രമോദിൻ്റെ ഈ ലുക്കായിരുന്നു. ബട്ട് ബ്ലൂ ഫാബ്രിക് കിട്ടാത്തതിനോണ്ട് പിങ്ക് ഫാബ്രിക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ താജ്മഹലും ആഗ്ര ഫോർട്ടൊക്കെ കണ്ട കുറച്ച് വീഡിയോസും ക്ലിപ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോസും ക്ലിപ്സൊക്കെ ആണിത്. അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്ര ഫോർട്ടിൽ നിന്ന് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. പക്ഷേ താജ്മഹലിന് നമ്മൾ എത്തിയപ്പോഴേക്കും വൈകുന്നേരമായി. അപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ പോയി ഒരുപാട് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ആ ഡിസപ്പോയിൻമെൻറ്റ് വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു. ഹലോ ഗായ്സ്, താജ്മഹൽ ഞങ്ങൾ ഡിസപ്പോയിന്റ് ചെയ്തു. പക്ഷെ ഞങ്ങൾ ഇനിയും വരും ഈ പ്ലേസിൽ. നല്ല അടിപൊളി ഫോട്ടോസ്, ഭർത്താവിൻ്റെ കൂടെ അടിപൊളി ഫോട്ടോസുമായി. ഇതാണ് താജ്മഹൽ. ഒന്ന് മാറടോ വഴി. ആൻഡ് ഫോർ ദ സെക്കൻഡ് ഡേ നമ്മളെ പ്ലാൻ വന്നിട്ട് കുത്തബ് മിനാറും അതുപോലെ തന്നെ സരോജിനി മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ മൊത്തം ഒരു ഹേമ നെഹ്വാൽ ഫീഡ് പോലെ ഡൽഹി മൊത്തം എക്സ്പ്ലോർ ചെയ്യണമെന്നായിരുന്നു. പക്ഷേ ഒത്തിരി സമയമൊന്നും കിട്ടിയില്ല. കിട്ടിയ സമയം കൊണ്ട് സരോജിനി മാർക്കറ്റിൽ ഞാൻ ശരിക്കും CID മൂസിലെ ബിന്ദു പണിക്കർ ഓടിയ പോലെയായിരുന്നു. അങ്ങനെ ഓടി നടന്നാണ് കുറേ സാധനങ്ങൾ വാങ്ങിച്ചത്. ഞാൻ എന്തൊക്കെയാ എടുക്കുക ദൈവമേ. നല്ല വില കുറവിൽ സാധനങ്ങളൊക്കെ കിട്ടി. ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് ട്രൈ ചെയ്തു. പിന്നെ സരോജിനിയിൽ ഒത്തിരി നടന്നിട്ടാണ് ഈ ഒരു നെയിം ബോർഡ് കണ്ടുപിടിച്ചത്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഫ്ലവേഴ്സും കമ്മലും ഒക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ഡൽഹി ആ 2 ദിവസം കൊണ്ട് എനിക്ക് കാണാൻ പറ്റി. എൻ്റെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡൽഹി മെട്രോയിൽ കയറാൻ പറ്റിയില്ല. അത് ഭയങ്കരമായിട്ടൊരു വിഷമമായിരിക്കുക. പക്ഷെ ഇനി പോവാലോ. ഡൽഹി ഇനി എക്സ്പ്ലോർ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ അക്ഷർധാം ടെമ്പിളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും അവിടെ എടുക്കാൻ അലൗഡ് അല്ല. അപ്പോൾ അതൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഡൽഹി എപ്പോഴും നമുക്കൊരു ഭയങ്കര വാംത്ത് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമ്മളൊരു കേരളം പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. പൊല്യൂഷൻ ഒക്കെ ശരിയാണ്, അതുപോലെ തന്നെ ക്ലീൻലിനെസ്സും തിരക്കും ഒക്കെ ശരിയാണ്. പക്ഷെ ഭയങ്കര ഒരു കേരളം തന്നെ പോലെ ഫീൽ ചെയ്യുന്ന അത്രയും നമുക്ക് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഈ ലുക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടു കമൻറ്റ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.